ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള PSC ബുള്ളറ്റിൽ വന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. റിപ്പീറ്റ് ചെയ്തു പറഞ്ഞാൽ ഒത്തിരി ലെങ്തി ആകും, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷകപ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാക്കിന്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പാശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി പ്രമോദ് അഗ്രവാൾ നിയമിതനായി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാടെക്കിന്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ B. ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം, ശാസ്ത്രം, അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം M. ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമ്മിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ E. ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നേട്ടം കൈവരിച്ചത്. E.V. രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. CISFന്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ
കൃഷ്ണ രാം ശർമ്മ അന്തരിച്ചു. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രിഷ് ഫ്രൻസ് അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി.എ. ജാഫർ അന്തരിച്ചു. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി B.R. ഗവായ് നിയമിതനായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമ്മർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബരേൻ ബോയ്മൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരളവർമ്മയ്ക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ 16.8 കിലോമീറ്റർ കടലിനു മുകളിലൂടെയാണ്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റീന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷുവർ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത
ഓപ്പൺഹൈമറിന്. 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. കരസേനയിലെ ആദ്യ വനിതാ സുബേദർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ഡെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിന്റെ ആര്യാന സബലങ്കയും നേടി. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൂവ്മെന്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കും ലഭിച്ചു. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹ റാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലേഗ് കൊനോനെൻകോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്താകെ ചെലവഴിച്ചത്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയറൻമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ
പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് എസ്.എൽ. നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കും. 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്. സി അച്യുതമേനോന്റെ റെക്കോർഡാണ് മറികടന്നത്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന്. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസിന്ത കല്യാൺ. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകി. ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് A.M. ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു. കരസേനാ ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിന്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷബ്നം ഇസ്മായിലിന്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയായ മത്സരത്തിൽ 132.1 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസിൽ താരം റെക്കോർഡിട്ടത്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ലെബനന്റെ യസ്മിന സെയ്മിനാണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4 ഇടം നേടാൻ കഴിഞ്ഞില്ല. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാ തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക്
പി.കെ. രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. മലയാളിയായ എ.എസ്. രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായി. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ്. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായ്ക്കാണ് പുരസ്കാരം. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിലെത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സിന്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗ്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനഃനാമകരണം ചെയ്തു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത ദത്തയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെയും നിയമിച്ചു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജൂഡിത്ത് സുമിൻവ ടുലൂക്ക അധികാരമേറ്റു. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കിസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിറ്റൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണോൾഡ് 1-ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിൽ. ആണവാക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യൻ വംശജനായ പവൻ ധവലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായി. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്ക വേദിയാകും. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. ഉറുഗ്വേയിലെ കൊളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത്. 5 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിന് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്.
സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. നിർമ്മിത ബുദ്ധി കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായി. ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാർസലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്ക് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം. ലോക ടെന്നീസ് 1-ാം റാങ്കിങ്ങിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിംഗ് 747 സർവീസുകൾ അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറോൺ നിയമിതയായി. ഫോബ്സ് ബില്യനേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ എത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ്. സുനിൽ വത്സൻ, എസ് ശ്രീശാന്ത് എന്നിവരാണ് മറ്റു 2 താരങ്ങൾ. SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തെരഞ്ഞെടുത്തു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്ക സന്തൂറെ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. അസമിലെ ഗുവാഹട്ടിയിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ് ചുമതലയേറ്റു. 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കേറോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപെൻബെക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായൽ ഹോഫ്മാൻ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോൾ അടിച്ചു. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗീറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം. ഗോപീചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ
452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവിയാകും. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമിറ. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര M2 മിസൈൽ ഒറീസ തീരത്ത് നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം സംവിധായകൻ ഷമീർ ഭരതന്നൂരിന്. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് പ്രമുഖ നടി ഷീല അർഹയായി. ക്ലോഡിയ ഷെൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചൈനയുടെ ചാങ്യി 6 പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. ഇഗ സ്വിയാടെക്കിന് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിൽ US-ന്റെ കൊക്കോ ഗാഫ്, കാത്രീന സിനിയാക്കോവ സഖ്യത്തിന് കിരീടം. മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം മാൻഡേഴ്സ് അന്തരിച്ചു. ഇതോടെ 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള PSC ബുള്ളറ്റിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.